പന്നിയിറച്ചി തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഓടി നടക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇതിപ്പോ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെജോറിറ്റി ആളുകൾക്ക് അറിയാം സത്യത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് റബിഷാണെന്നും അതിൽ പ്രത്യേകിച്ച് സയൻസ് ഒന്നും ഇല്ലാന്നും. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. വ്യൂ കിട്ടും. പന്നി മതം, പശു മതം അല്ലെങ്കിൽ ഭക്ഷണം, ഈ വക സാധനങ്ങൾ ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രോഹിബിഷൻ ഉള്ളത് കൊണ്ടാണ്. ആരാണ് ഈ മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റേ മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ്, നിയാൻഡർതൽസ്. ഹിന്ദു എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ ആയിരിക്കാം. ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഉറാങ്ങൂട്ടാൻ, മറ്റേത് ജൈനൻ എന്ന് പറയുന്നത് മറ്റേ ചിമ്പൻസി, മറ്റേത് എന്താ ഇത് 2025 എന്താ ഉറക്കം വരും. നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിംസിന് പാരസെറ്റമോൾ വേറെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് തരുന്നുണ്ടോ? എല്ലാവർക്കും ഒരു മരുന്നല്ലേ? നിങ്ങൾ എല്ലാ മനുഷ്യരും കഴിക്കുന്നത് ഒരു ഭക്ഷണം തന്നെയല്ലേ? നിങ്ങൾ ഈ ഒരു ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണമല്ലോ. ഇത് ഏതോ വേറെ സ്പീഷീസിൽ പെട്ട എല്ലാ മതവും ഇതാണ് ചെയ്യുന്നത്. മതം ഭക്ഷണം പ്രൊഹിബിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് ഇന്ന ആൾക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല. എന്താ കാരണം ഒന്നും അറിയില്ല, കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ പുള്ളി ഉണ്ടാക്കിയ പരിപാടി തീർന്നുട്ടാ. പുള്ളി ഉണ്ടാക്കിയതിൽ മണ്ടത്തരം പറ്റിയത് കൊണ്ടാണ് നമുക്ക് തിന്നപ്പോൾ പുലിവാലുണ്ടായത്. അത് പുള്ളി അംഗീകരിക്കില്ല. പുള്ളി ആളെന്നെ അയച്ചിട്ട് എന്ത് പറഞ്ഞു? അതെ, ഒരു കുറച്ച് ആൾക്കാരോട് ഇതൊക്കെ പറയണേ, മുഴുവൻ ആൾക്കാരോട് പറയുന്നില്ലേ, കുറച്ച് ആൾക്കാരോട് നിന്നിട്ട് പറയാണ് പന്നി കഴിക്കരുത്, പന്നി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമായിരിക്കാം. അപ്പം നമ്മളോട് കുറച്ച് ആൾക്കാരോട് പറഞ്ഞു നമ്മൾ പന്നി തീറ്റ നിർത്തി. സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ, ഞാനങ്ങ് പേടിച്ചു. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. നോ, ഈ മാതിരി ദാരിദ്ര്യം അലയടിക്കാണ്. പണ്ടത്തെ കാലത്ത് അരിയില്ല, ഭക്ഷണമില്ല, ഒരു സാധനമില്ല, ഇമാതിരി പോവർട്ടി അല നടക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇവൻ്റെ ഈ പ്രശ്നങ്ങൾ മാറ്റി കൊടുത്ത സകലമാന ആൾക്കാർക്കും ചീപ്പായിട്ട് പ്രോട്ടീനും ഫാറ്റും കിട്ടുന്ന ഒരു സാധനമാണ് പന്നി. അത് ചെയ്താൽ മതി. അത് അണ്ണൻ ചെയ്തിട്ടില്ല. അണ്ണൻ എന്ത് മുടക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മളെ ഇങ്ങനെ മുടക്കിപ്പിക്കുക, എന്നിട്ട് നമ്മളെ അടുത്ത് പറയാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല, നരകം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യും. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. എന്നിട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തുണ്ടാവും? ഒരു 10-50,000 ആൾക്കാർക്ക് സ്വർഗം, ബാക്കി ഈ 7.2 ബില്യൺ ആൾക്കാർ നരകത്തിൽ കിടന്ന് റോസ്റ്റ് ചെയ്യുക. നല്ലവനായ ദൈവം നമ്മളെന്നെ സ്നേഹപൂർവ്വം നമ്മുടെ അപ്പൻ നമ്മളെന്നെയൊക്കെ ചുടുക നിന്നിട്ട് എന്താ അവസ്ഥ നോക്കിയേ. ഓരോരുത്തർക്ക് ഓരോ ഒരു ശ്വാസം മുട്ടോ 2 വളിയോ കൂടുതൽ പോയ അപ്പ ആശുപത്രിയിലേക്ക് ഓടും നമ്മള് ഗുളിക കഴിക്കാൻ. അവിടെ ചെല്ലുമ്പോൾ ഒരു മതമില്ല. ഉണ്ടാകും വല്ല മതം ഉണ്ടാവും, ഒരു മതമില്ല. ഒരു കയ്യബദ്ധം ദയവ് ചെയ്ത് ഭക്ഷണത്തിനെയും മതത്തിനെയും തമ്മിൽ കുത്തിക്കലക്കിയിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ആ സാധനത്തിന് നല്ല റീച്ച് ഉള്ളത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ ഇട്ട് വിളമ്പണത്. സോ അതെൻ്റെ ഒരു പ്രതികരണമല്ല, എനിക്ക് പറയാനുള്ളൊരു കാര്യം പറഞ്ഞാണ്. ദയവ് ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ മതം കൊണ്ട് കുത്തി അലക്കരുത്. ഇവിടെ എല്ലാം ഹോമോസാപ്പിയൻസാണ്. കിട്ടിയാ ഇല്ല ചോദിച്ചു പക്ക ഉടായ്പ പുസ്തകം വായിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ഏത് പുസ്തകമാണെങ്കിലും, ജൈനൻ്റെ ആണെങ്കിലും, ഹിന്ദുവിൻ്റെ ആണെങ്കിലും, ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും, മുസ്ലിമിൻ്റെ ആണെങ്കിലും പുസ്തകങ്ങൾ മാറാനുള്ള സമയമായി. ഇത് വലിയ കുരിശായല്ലോ. അവയുടെ കുരിശ് അതേ തൊട്ട് കളിച്ചാൽ പുണ്യാണ്. നമുക്ക് നോക്കാം. പക്ഷെ സയൻസ് എന്തുകൊണ്ടാണ് പന്നി കഴിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്ന് പറയുന്നത്? ഇപ്പോഴേ ആദ്യം മതത്തിൻ്റെ ഒരു സാധനം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നേരെ സയൻസിലേക്ക് ചാടി. നല്ല എളുപ്പമായി പരിപാടി. ഇപ്പോൾ അതേ സയൻസിനെയും മതത്തിനെയും ഇവിടെ മുതൽ അനുരഞ്ജനം ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ 2 കണക്ഷനും ഒരുമിച്ച് വരുമ്പോൾ എടുക്കണ്ട. ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞതാണ്, സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണ്. പക്ഷെ പന്നിയാണെങ്കിൽ വിയർക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അടുത്ത പോയിന്റ് പറയുന്നത് സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോണത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണെന്നാണ്. അപ്പം നമ്മൾ എന്താ ഗൂഗിൾ ചെയ്യുക? ടോക്സിൻസ് മനുഷ്യൻ റിമൂവ് ചെയ്യണത് സ്വെറ്റ് ഗ്ലാൻഡ്സിലൂടെയാണോ? ഒന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ. മനുഷ്യൻ ടോക്സിൻസിനെ റിമൂവ് ചെയ്യണത് സ്വെറ്റ് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളാലല്ല, ലിവറിനാലാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും.
വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പൊ തന്നെ പൊളിഞ്ഞുകൂടെ വാദം. പന്നിക്ക് അപ്പൊ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, ശരിയാ. മനുഷ്യന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പൊ പന്നിക്ക് എങ്ങനെയാണ് ടോക്സിൻ റിമൂവൽ നടക്കണേന്നും കൂടി നമുക്ക് ഗൂഗിൾ ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പന്നിക്ക് ടോക്സിൻ റിമൂവൽ അല്ലേ? പന്നിക്ക് ഇപ്പൊ ചിറകില്ല, ചെകളപ്പൂവില്ല എന്ന് പറയുന്നതിന് തുല്യത്. പന്നിക്ക് പന്നിയുടേതായ രീതിയിലാണ് പന്നി ഉരുവായി വന്നിട്ടുള്ളത്. അപ്പോൾ പന്നിക്ക് പന്നിയുടെ ശരീരത്തിൽ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഇതേപോലത്തെ സിസ്റ്റം വേറെ ഉണ്ടാവില്ലേ? തൊലിയുടെ ഉള്ളിൽ കൂടെ തന്നെ പോണ, തൊലിയുടെ ഉള്ളിൽ കൂടെ അല്ലാണ്ട് പോണേ. ഞാൻ പറയാ എങ്ങനെ പന്നിക്ക് പുറത്തേക്ക് പോകണ്ടോ, ഇതേപോലെ തന്നെ ലിവറിൻ്റെ ഉള്ളിൽ കൂടെ ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ. ലിവറിൻ്റെ ഉള്ളിൽ ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. നിങ്ങൾ നക്കി വെക്കണ സമയത്ത് ചെറിയ ഉപ്പ് രസം ഉണ്ടാവും. പുള്ളിയുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് രസം ടോക്സിനാന്നാ. മനസ്സിലായില്ലേ? ചേട്ടാ ഇവിടെ അരുതബു അരുത്. വിയർക്കാറുമില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പൊ നിങ്ങൾ ഈ പന്നിയെ കഴിക്കുന്ന സമയത്ത് ഈ ടോക്സിൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരത്തിലേക്കും പോകും. അപ്പോൾ പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തതാണ് പന്നിയുടെ ഉള്ളിൽ മുഴുവൻ കിടക്കണം. നമ്മളിത് തിന്നണ നേരത്ത് ടോക്സിൻസ് മുഴുവൻ നമ്മുടെ അകത്തേക്ക് പോകും. പുള്ളി വിചാരിച്ചിട്ടുള്ളത് ടോക്സിൻസ് ഒന്നും പോകാണ്ട് നടക്കുന്ന ആൾക്കാരെ നമ്മളിന്നാ മുറ്റത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ടോക്സിൻ പോക്ക് തുടങ്ങുകയാണ് നമ്മുടെ മൂക്കിക്കൂടി വായക്കൂടി. മനസ്സിലായില്ലേ? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വലിയൊരു ടോക്സിൻ നമ്മുടെ പുറത്തുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. 4 ടോക്സിൻ പോയാലും നമ്മുടെ ബോഡിക്ക് കഴിവുണ്ട് ടോക്സിൻ റിമൂവ് ചെയ്യാനായിട്ടേ. നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓർക്കുക, ഇതൊക്കെ ആലോചിക്കുക. പന്നിയുടെ ശരീരത്തിൽ സാധാരണ മൃഗങ്ങളെക്കാളും കൂടുതലായിട്ടാണ് പാരസൈറ്റ്സ് ഉള്ളത്. ഇതിൽ ചില പാരസൈറ്റ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സീഷേഴ്സ് ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്നേക്കാം. പന്നിയിൽ കണ്ടുവരുന്ന ഒരു പാരസൈറ്റ് ആണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഇത് ഉള്ളിൽ ചെന്നാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിസ്കാരേജോ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ബർത്ത് ഡിഫക്ട്സോ വന്നേക്കാമെന്നാണ് സയൻസ് പറയുന്നത്. പന്നിയുടെ ശരീരത്തിൽ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് പുള്ളി പറഞ്ഞ പാരസൈറ്റിൻ്റെ പേര് ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ. ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈനെ കുറിച്ചിട്ട് കേരളത്തിൽ ഇത്രയും വലിയൊരു വീഡിയോ ചെയ്തിട്ടുള്ള വേറൊരാളില്ല, ഞാനാ. പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ്സ് അല്ലാണ്ട് നമ്മുടെ ശരീരത്തിലും ആയിരക്കണക്കിന് പാരസൈറ്റ്സ് ഉണ്ട്. ബീഫിലും ഉണ്ട്, ഇതിലും ഉണ്ട്. ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചത്തോളും. അതിലേക്ക് പുള്ളി അടുത്തത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ സംശയം പോകുന്നു, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടല്ലോ. നമ്മൾ ഗൂഗിൾ ചെയ്ത് നമ്മളെങ്ങനെ ഗൂഗിൾ ചെയ്യുക? പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടോ? പാരസൈറ്റ് ഉണ്ട്. പേടിച്ചു. നമ്മൾ പാരസൈറ്റ് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മൾ പേടിച്ചു ഇല്ലേ? നമ്മളപ്പോൾ തന്നെ അത് ശരിയാട്ടാ, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ട്, ഇനി തൊടണ്ട. ചിക്കൻ്റെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ നോക്കണം നമ്മൾ. ചിക്കൻ്റെ ശരീരത്തിനുള്ളിൽ പാരസൈറ്റ് ഉണ്ടോ, പച്ചക്കറികൾക്കുള്ളിൽ പാരസൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പം എന്ത് കിട്ടും? പച്ചക്കറികൾക്കുള്ളിൽ പാരസൈറ്റ് ഉണ്ട്, ചിക്കൻ്റെ ഉള്ളിൽ പാരസൈറ്റ് ഉണ്ട്, നമ്മുടെ കൃമിയിലൊക്കെ പാരസൈറ്റ് ഉണ്ട്. നമ്മൾ ജിമ്മിൽ പോണോടത്തുനിന്നൊക്കെ പാരസൈറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നുണ്ട് ഇല്ലേ? ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ എവിടെയാണ് ഉണ്ടാവണേന്നും കൂടി നോക്കണോ? അപ്പോൾ എവിടെ കാണാൻ പറ്റും? പന്നിയിൽ മാത്രമാണോ എന്നും കൂടി സെർച്ച് ചെയ്യണം. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കാണാൻ പറ്റും ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ പൂച്ചയ്ക്കകത്താണ് വരുന്നത്. പൂച്ചയാണ് ഇതിൻ്റെ മെയിൻ വാഹകൻ. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോക്സോപ്ലാസ്മ ചത്തോളൂ, പേടിക്കണ്ട. ചൂടിന് അവന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനത്തിൻ്റെ പന്നീരെ മുകളിലേക്ക് കെട്ടി വെച്ചു. ഇപ്പോൾ അതുണ്ടായത് ബീഫിനകത്ത് ടോക്സോപ്ലാസ്മ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിലൊക്കെ ടോക്സോപ്ലാസ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൽ ഇഷ്ടം പടിയായി സാധനം. ചില്ലറ ഇത്ര ടെമ്പറേച്ചറിൽ പന്നിയെ വേവിച്ചു കഴിഞ്ഞാൽ പാരസൈറ്റ്സ് ഒക്കെ ചത്തോളും എന്ന് പറയാൻ പറ്റിയ ഒരു ഗ്യാരണ്ടി ടെമ്പറേച്ചർ ഇതുവരെ സയന്റിസ്റ്റുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ നല്ലപോലെ വേവിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള കീടനാശികളൊക്കെ നശിക്കും, പാരസൈറ്റ്സ് ഒക്കെ പോവും എന്നുള്ളത്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? കീടനാശിനി നശിക്കുന്നു. പോർക്കിറച്ചി ഇത്ര ടെമ്പറേച്ചറിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ പാരസൈറ്റും മറ്റുള്ള സാധനങ്ങളും പാത്തജൻസ് ഒന്നും ചത്തു പോകണമെന്ന് ഉള്ളതിൻ്റെ കണക്കിൽ ഒരു സയൻസ് ഇല്ല എന്നാണ് പറയുന്നത് പുള്ളി. എന്താ ഈ പറയുന്നത്? ഓരോ സാധനവും കുക്ക് ചെയ്യുന്നതിന് കറക്റ്റ് ടെമ്പറേച്ചർ ഉണ്ട്. പോർക്ക് നിങ്ങൾ സ്റ്റേക്കായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ 74 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ നിങ്ങൾ കുക്ക് ചെയ്താൽ ഇറ്റ് ഈസ് സേഫ് ടു ഈറ്റ്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 74 ഡിഗ്രീസ്. നമ്മൾ 100-130 ഡിഗ്രിയാണ് കുക്ക് ചെയ്യണത്. 100% ഞാൻ യോജിക്കുന്നു.
റീസൺ നമ്പർ 4, പന്നി യൂഷ്വലി കഴിക്കുന്നത് കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. ചില സമയങ്ങളിൽ അത് അതിന്റെ വിസർജ്യം തന്നെ കഴിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ. ഈ ദൂഷ്യങ്ങളൊക്കെ നിങ്ങളിലേക്കും എത്തും. അടുത്തത് പന്നി കഴിക്കുന്നത് വിസർജ്യമാണോ എന്നാണ്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ചെയ്യുക അല്ലേ? നമ്മൾ ഗൂഗിൾ ചെയ്യുക പന്നി വിസർജ്യം കഴിക്കുക, ഉത്തരം കിട്ടി. യെസ്, പന്നി വിസർജ്യം കഴിക്കും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വളർത്തുന്ന പന്നി മുഴുവൻ വിസർജ്യം തിന്നിട്ടാണോ ജീവിക്കണേന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആണോ തീട്ടാണോ കൊണ്ടുകൊടുക്കണേ? പന്നിക്ക് തീട്ടം കൊടുത്താൽ പന്നി തീട്ടം തിന്നും. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ നോക്കണം. എങ്ങനെയാണ് നോക്കണ്ടേ? പന്നി തീട്ടം മാത്രമാണോ തിന്നണേ? നോ. ഇനി പന്നിയുടെ കാട്ടം തിന്നുന്നതാണ്. പന്നിയുടെ കാട്ടൊന്നും തിന്നില്ല. നിങ്ങൾ നമ്മുടെ നാട്ടിലെ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് പന്നി ഫാമിൽ ചെന്ന് നോക്കണം. അവിടെ ചെന്ന് നോക്കി പന്നി അവിടെ തൂറിയിട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് തീറ്റ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിന് പന്നി തൂറിയിട്ടത് മാത്രം തിന്നുകൊണ്ട് നടക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ഗതി 5 മുട്ടകളെ തീട്ടുന്നില്ല. ആ മനുഷ്യനും തിന്നും. ലേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പന്നി ഫാം വിസിറ്റ് ചെയ്യുന്ന ആളാണ്. അവിടെ പന്നി തൂറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തീറ്റ പോലും കൊടുക്കില്ല. അവരെന്താ ചെയ്യുക? പന്നി തൂറിയിട്ടുള്ളത് എന്ത് ചെയ്യും? അവിടെ ഇട്ടതിന് ശേഷം 3 മണിക്ക് അവർ വന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടിലെ തൊട്ടിയിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്നി തൂറും. അപ്പോൾ അതൊക്കെ അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും കുറേശ്ശെ. അതൊക്കെ അതിൻ്റെ വയറ്റിലേക്ക് ചെല്ലും. കോഴി എന്തോട്ടാ തിന്നണെന്ന് അപ്പം നോക്കണ്ടേ നമ്മൾ? ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കോഴിന്ന് കിട്ടണ ഞങ്ങൾ കോഴിക്ക് തീട്ടം കൊടുത്തു നോക്കിയൊക്കെ. ഞാൻ ഈ കഥ മുന്നേ പറഞ്ഞിട്ടുള്ള കോഴി തീട്ടം തിന്നില്ലേ? ഈ കോഴിയുടെ ഫാമിലി എന്തോട്ടാ തിന്നണേ? കോഴിയുടെ തീട്ടം തന്നെയല്ലേ? സോറി, പന്നി തീട്ടം തിന്നണ കാരണം പന്നിയുടെ അതേ സ്വഭാവം നമുക്ക് ഉണ്ടാവുന്ന പറഞ്ഞ്. അപ്പോൾ കോഴി തിന്നണ കാരണം നമ്മൾ എന്താവണം? കോഴിയാവണോ? കോഴിയുടെ സ്വഭാവം, കോഴി തീട്ടത്തിൻ്റെ സ്വഭാവമൊക്കെ നമ്മൾ കാണിക്കണം. കോഴി തിന്നല്ലേ തിന്നണ്? നമ്മളുടെ കാലും തന്നെ വെട്ടി വെച്ചിട്ടാണ് പറയുന്നത് കേട്ടാ. റീസൺ നമ്പർ 5, പന്നിയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റും കൊളസ്ട്രോളും മറ്റുള്ള മീറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. റെഗുലർ ആയിട്ട് പന്നി കഴിച്ചാൽ ഹൃദ്രോഗവും സ്ട്രോക്കും കാർഡിയോവാസ്കുലർ പ്രോബ്ലം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിക്കകത്തുള്ള ഫാറ്റ് അല്ലെങ്കിൽ പന്നിയുടെ ഭക്ഷണത്തിൽ മറ്റുള്ള മീറ്റിനേക്കാളും കൂടുതൽ ഫാറ്റും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കാർഡിയോവാസ്കുലർ ഇഷ്യൂസിന് നമ്പർ 1 നിൽക്കുന്നത് പന്നിയാണോ എന്നാണ്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പന്നി ഇറച്ചിയാണോ ബീഫിനേക്കാളും കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉണ്ടാക്കണേന്ന് നോക്കിയേ. അല്ല. നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ബീഫ് ഹാസ് ഗോട്ട് മോർ സാച്ചുറേറ്റഡ് ഫാറ്റ് ദെൻ. സോ ഈ പന്നി ഈസ് ലിറ്റിൽ ബിറ്റ് ഹെൽത്തിയർ ദെൻ ബീഫ് ഇഫ് യു ചൂസ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മനസ്സിലായില്ലേ? ഒരു അണ്ണനും കൊണ്ടുവന്ന് വിളമ്പിയിട്ടുള്ളതല്ല ഇവിടെ. നമ്മൾ കൃത്യമായിട്ട് മനുഷ്യന് തിന്നാൻ പറ്റിയ സാധനം എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളതാണ്. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസിപ്ലിൻ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 5 പോയിന്റും അക്ഷരാർത്ഥത്തിൽ ജസ്റ്റ് എ ബ്ലണ്ടർ, നത്തിങ് എൽസ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പോയിന്റിന് ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും തിരിച്ചിട്ടിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക. അയ്യോ കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ